എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 71-ാം ദിവസം. ഇന്ന് 701 മുതൽ 710 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ദേശകാലപരിച്ഛിന്നായേ നമഃ. ഓം സർവഗായേ നമഃ. ഓം സർവമോഹിന്യേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം ശാസ്ത്രമയേ നമഃ. ഓം ഗുഹാംബായേ നമഃ. ഓം ഗുഹ്യരൂപിണ്യേ നമഃ. ഓം സർവോപാധി വിനിർമുക്തായേ നമഃ. ഓം സദാശിവപതിവൃതായേ നമഃ. ഓം സമ്പ്രദായേശ്വരിയേ നമഃ. ഒന്നുകൂടെ പറയാം. ഓം ദേശകാല പരിച്ഛിന്നായേ നമഃ. ഓം സർവഗായേ നമഃ. ഓം സർവമോഹിന്യേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം ശാസ്ത്രമയ്യേ നമഃ. ഓം ഗുഹാംബായേ നമഃ. ഓം ഗുഹ്യരൂപിണ്യേ നമഃ. ഓം സർവോപാധി വിനിർമുക്തായേ നമഃ. ഓം സദാശിവ പതിവൃതായേ നമഃ. ഓം സമ്പ്രദായേശ്വരിയേ നമഃ. ഇതിൻ്റെ സാമാന്യമായ അർത്ഥം നോക്കാം. ഓം ദേശകാല പരിച്ഛിന്ന. ദേശകാല പരിച്ഛിന്ന എന്ന് പറയാൻ ദേശത്തോടും കാലത്തോടും അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്തത് എന്ന് വെച്ചാൽ ഒരിക്കലും അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണ് ദേവി. കാരണം ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേവിയെ നമുക്ക് ദേശമോ കാലമോ ഒന്നും അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുകയില്ല. ഓം സർവഗായേ നമഃ. സർവഗ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്, എല്ലായിടത്തും ഗതിയുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുക. അപ്പം അതുകൊണ്ട് സർവഗ. സർവമോഹിന്യേ നമഃ. സർവമോഹിനി, തൻ്റെ മായാവലയത്തിൽപ്പെടുത്തി മോഹിപ്പിക്കുന്നവൾ. ഏവരെയും മായയിൽപ്പെടുത്താൻ കഴിവുള്ളവളാണ് ദേവി. ഭക്തിയാകുന്ന മായയിൽപ്പെടുത്തി എല്ലാവരെയും തൻ്റെ മായാവലയത്തിൽപ്പെടുത്തി മോഹിപ്പിക്കുന്നവളാണ് ദേവി. ഓം സരസ്വത്യേ നമഃ. സരസ്വതി, വാഗ്ദേവതയായ സരസ്വതിയായിരിക്കുന്നതും ദേവി തന്നെയാണ്. ശാസ്ത്രമയ്യേ നമഃ. ശാസ്ത്രസ്വരൂപിണിയാണ് ദേവി. ദേവിയുടെ ഓരോ അംഗങ്ങളിൽ നിന്നാണ് ശാസ്ത്രങ്ങൾ ഉണ്ടായത്. നിശ്വാസവായുവിൽ നിന്നും 4 വേദങ്ങളും, അഭിമാനത്തിൽ നിന്നും മഹാമന്ത്രങ്ങളും, ആലാപനത്തിൽ നിന്ന് കാവ്യാലങ്കാര നാടകങ്ങളും ഒക്കെ, നാവിൽ നിന്ന് സരസ്വതി, അങ്ങനെ കവിൾത്തടങ്ങളിൽ നിന്ന് വേദാന്തങ്ങൾ, പിന്നെ കണ്ഠത്തിൻ്റെ പല ഭാഗത്തു നിന്നും മീമാംസ, ധർമ്മശാസ്ത്രം, ആയുർവേദം, ധനുർവേദം, അതുപോലെ തന്നെ 64 കലകൾ, പിന്നെ തോളിൽ നിന്നും കാമശാസ്ത്രം, മറ്റവയവങ്ങൾ ധർമ്മശാസ്ത്രം എന്നുവേണ്ട എല്ലാ ശാസ്ത്രങ്ങളും ദേവിയുടെ ഓരോരോ അവയവങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദേവി ശാസ്ത്രമയി, ശാസ്ത്രസ്വരൂപിണി, ശാസ്ത്രമയി, അതും ദേവിയാണ്. ഗുഹാംബായേ നമഃ. ഗുഹൻ്റെ അമ്മയായിട്ടുള്ളവൾ, അതായത് ഗുഹൻ സുബ്രഹ്മണ്യൻ്റെ അമ്മയായിട്ടിരിക്കുന്നവളും ദേവി തന്നെയാണ്. ഗുഹ്യരൂപിണ്യേ നമഃ. ഗുഹ്യരൂപിണി, രഹസ്യമായ രൂപത്തോടു കൂടിയവൾ. ഗുരുമുഖത്തിൽ നിന്നും രഹസ്യമായി ഉപാസനാമൂർത്തികളെടുത്ത് രഹസ്യമായി ഉപാസിക്കേണ്ടതാണ് ദേവി. അങ്ങനെ ഗുഹ്യരൂപിണി. സർവോപാധി വിനിർമുക്തായേ നമഃ. ദേവിക്ക് ഈ പ്രപഞ്ചത്തിൽ ഉപാധികളുടെ ഒരു ആവശ്യവുമില്ല. അപ്പോൾ സർവ ഉപാധികളിൽ നിന്നും വിമുക്തയായവളാണ് ദേവി. സാധാരണ ഭക്തന് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഉപാധികളുണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ. മനസ്സ്, ശരീരം, ഈ വക ഉപാധികൾ വേണം നമുക്ക് നിലനിൽക്കണമെങ്കിൽ. എങ്ങനെയാണോ വെറും വൈദ്യുതി എന്ന് പറയുന്നത്, വൈദ്യുതിക്ക് യാതൊരു വെറും വൈദ്യുതി കൊണ്ടൊരു പ്രയോജനമില്ല. വൈദ്യുതി ഏതെങ്കിലും ഒരു ഉപകരണത്തിൽ പ്രവേശിക്കുമ്പോഴാണ് അത് നമുക്ക് ഉപയോഗപ്രദമാകുന്നത്. അപ്പം ഫാനാകുന്ന ഉപാധിയിൽ ഇലക്ട്രിസിറ്റി കയറിയെങ്കിലേ ഫാൻ കറങ്ങുകയുള്ളൂ. അതുപോലെ മിക്സിയാകുന്ന യന്ത്രത്തിൽ വൈദ്യുതി കടത്തിയെങ്കിലേ മിക്സി ചലിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ഉപാധികൾ വേണം. അപ്പം നമ്മുടെ മനുഷ്യ ശരീരം നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാർക്ക് നിലനിൽക്കണമെങ്കിൽ മനസ്സ് വേണം, ശരീരം വേണം, അങ്ങനെയുള്ള ഉപാധികൾ വേണം. എന്നാൽ ദേവിക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു ഉപാധികളുടെയും ആവശ്യമില്ല.
ഓം സദാശിവപതിവ്രതായേ നമ. സദാശിവപതിവ്രത, മഹാകാമേശ്വരൻ്റെ മാത്രം പത്നിയായിട്ടിരിക്കുന്നവൾ. അതാണ് പതിവ്രത. പതിവ്രതാരത്നമാണ് ദേവി. സദാശിവൻ്റെ അല്ലെങ്കിൽ മഹാകാമേശ്വരൻ്റെ പത്നിയായിട്ടിരിക്കുന്നവൾ. ഓം സമ്പ്രദായേശ്വരിയേ നമ. സമ്പ്രദായേശ്വരി, ഗുരുമുഖത്ത് നിന്നും കിട്ടുന്ന ആ ഒരു പൂജാവിധികളൊക്കെ മന്ത്രസിദ്ധികളൊക്കെ നേടി ഉപാസിക്കേണ്ടവളാണ് ദേവി. അങ്ങനെ സമ്പ്രദായമനുസരിച്ച് ദേവി ആ ഒരു എന്താ പറയുക നിഷ്ഠകളോടും പിന്നെ ഉപാസനകളോടും കൂടി പിന്നെ ഭജിക്കേണ്ട അല്ലെങ്കിൽ ഉപാസിക്കേണ്ടതാണ് ദേവി. അതുകൊണ്ട് സമ്പ്രദായേശ്വരി. ഇപ്പം ഇവിടെ നമ്മൾ ഓരോരോ ദിവസവും ഓരോരോ നാമങ്ങൾ, പുതിയ നാമങ്ങൾ പഠിച്ച് പുതിയ നാമങ്ങളാണ് പറയുന്നത്. പുതിയ നാമങ്ങൾ കൂടെ നമ്മൾ പുതിയ കാര്യങ്ങളുമാണ് ദേവിയെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദേവി, ഈ പ്രപഞ്ച മാതാവ്, ഈ പ്രപഞ്ച സൃഷ്ടി, ഈ എന്താ പറയുന്നത് ഒരു അളവുകോല് കൊണ്ട് തിട്ടപ്പെടുത്താവുന്നോ അല്ലെങ്കിൽ എന്താണ് ഒരു ഇത്ര ഇന്നയിടത്തെ ദേവി ഉള്ളൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവ്വകലകളുടെയും അധീശ്വരിയായ ദേവി. അങ്ങനെയുള്ള ദേവിയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ ദേവീ പ്രസാദം എപ്പോഴും പറയുന്നത് ദേവീ പ്രസാദം ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും, നമ്മൾ മനുഷ്യരാണ്, സാധാരണക്കാരാണ്, നമുക്ക് ആഗ്രഹങ്ങളും അഭീഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ വേണ്ട വിധം സാധിച്ചു കിട്ടണമെങ്കിൽ നമുക്ക് ദേവീ പ്രസാദം ഉണ്ടായെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ ദേവിയെ ശുദ്ധിയോടും നിഷ്ഠയോടും ഭക്തിയോടും കൂടി ഉപാസിക്കുക, ആരാധിക്കുക, ഭജിക്കുക. എല്ലാവർക്കും ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.